ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് സിലബസാണ്. സിലബസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ NTA UGC നെറ്റ് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽഡ് അല്ല. അതുകൊണ്ട് എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായൊരു ഐഡിയ നമ്മളിൽ പലർക്കും കാണില്ല. ബട്ട് ആ ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. PYQs നോക്കിയാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ 2004 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സിലബസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ കംപ്ലീറ്റ് സിലബസാണ് നോക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു, ഇതിൽ നിന്ന് മാത്രമേ ചോദ്യം വരൂ എന്ന് പറയാൻ സാധിക്കില്ല. ഇത്രകാലം നടന്ന പരീക്ഷകൾ വെച്ച് നമ്മൾ പഠിക്കാനായിട്ടൊരു സിലബസ് ഉണ്ടാക്കി എന്ന് മാത്രം. ഇത് ഞാൻ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്ത സിലബസാണ്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിച്ച് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ ഡ്രാമ, പോയം, നോവൽ അങ്ങനെ എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള സിലബസാണിത്. ബാക്കി ഓരോന്നിൻ്റെ ആയിട്ട് പിറകെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി വൈകിപ്പിക്കാതെ നമുക്ക് സിലബസ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓൾഡ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു ആംഗ്ലോ സാക്സൺ പീരിയഡ്, ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ആംഗ്ലോ സാക്സൺ പീരിയഡ്, ഇൻട്രൊഡക്ഷൻ ടു ആംഗ്ലോ നോമൻ പീരിയഡ്, ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ആംഗ്ലോ നോമൻ പീരിയഡ്. നെക്സ്റ്റ് ഏജ് ഓഫ് ചോസർ. അപ്പോൾ ആ ഏജിനെ കുറിച്ച് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് അതിലത്തെ റൈറ്റേഴ്സിനെ നോക്കണം. ഫസ്റ്റ് ജോഫ്രി ചോസർ. ചോസറിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാൻറ്റർബറി ടെയിൽസ്, ദ ബുക്ക് ഓഫ് ഡച്ചസ്, ദ ഹൗസ് ഓഫ് ഫെയിം, പാർലമെൻറ്റ് ഓഫ് ഫൗൾസ്, ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ, ട്രോയിലസ് ആൻഡ് ക്രിസീഡ. അതിൽ കാൻറ്റർബറി ടെയിൽസും ട്രോയിലസ് ആൻഡ് ക്രിസീഡയാണ് ഇമ്പോർട്ടൻ്റ്. ഇതുവരെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതിൽ രണ്ടിൽ നിന്നുമാണ്. നെക്സ്റ്റ് വില്യം ലാംഗ്ലാൻഡിൻ്റെ പയസ് ദി പ്ലോമാൻ. നെക്സ്റ്റ് ജോൺ മാൻഡവിൽ, ദ ട്രാവൽസ് ഓഫ് സർ ജോൺ മാൻഡവിൽ. നെക്സ്റ്റ് ജോൺ ഗാവറിൻ്റെ കൺഫ്യൂസിയോ മാൻഡിസും സ്പെക്കിലും മെഡിറ്റാൻഡിസും. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. ജോഫ്രി ചോസറാണ് മെയിനായിട്ട്, ഇത്രയും നമ്മൾ പറഞ്ഞതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ആൾ. നെക്സ്റ്റ് ഏജ് ഓഫ് റിവൈവൽ. അതിൽ ഇറാസ്മസ്, പ്രൈസ് ഓഫ് ഫോളി, തോമസ് മൂർ, ഉട്ടോപ്പിയ, വില്യം ടിൻഡേൽ, ബൈബിൾ ട്രാൻസ്ലേഷൻ, റിച്ചർഡ് ടോട്ടൽസ് മിസ്ലേനി തന്നെ സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് തോമസ് വിയാട്ടൻ, ഹെൻറി ഹോവാർഡ്. അവരെ ഫൗണ്ടേഴ്സ് ഓഫ് സോണറ്റ്സ് എന്ന നിലയിലാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് റോജർ എസ്കാം, അദ്ദേഹത്തിൻ്റെ ടോക്സ് ഓഫ് ഫിലിസ്, ദ സ്കൂൾ മാസ്റ്റർ. തോമസ് എലിയറ്റ്, ഡിഫെൻസ് ഓഫ് ഗുഡ് വിമൻ, എ ഗവർണർ, ദ ഡിക്ഷണറി. നെക്സ്റ്റ് തോമസ് മാലറി, ലെ മോഡിയാദ്. വില്യം ഡൺബർ, ലാമൻ ഫോർ ദ മേക്കേഴ്സ്. നെക്സ്റ്റ് എലിസബത്തൻ ഏജിൽ ബൈബിൾ ട്രാൻസ്ലേഷൻസ് നോക്കണം. നമ്മൾ ഓരോ ഏജ് പറയുമ്പോഴും ആ ഏജിനെ കുറിച്ച് ആദ്യം നമ്മൾ നോക്കിയിരിക്കണം. നെക്സ്റ്റ് റൈറ്റർ എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഫെയറി ക്വീൻ, ഷെഫേർഡ്സ് കലണ്ടർ, കോളിൻ ക്ലൗഡ് കം അഗെയിൻ, സ്പെൻസീരിയൻ സ്റ്റാൻസ, സ്പെൻസീരിയൻ സോണറ്റ്, എപ്പിത്തലാമിയൻ, ഫ്രോത്തലാമിയൻ. നെക്സ്റ്റ് തോമസ് സാക്വിൽ ആൻഡ് തോമസ് നോർട്ടൺ. ഫിലിപ്പ് സിഡ്നി, ആസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല, ദ കൗണ്ടസ് ഓഫ് പെംബ്രോക്ക്, ആൻഡ് അപ്പോളജി ഫോർ പോയട്രി. നെക്സ്റ്റ് മൈക്കിൾ റേറ്റൺ, അദ്ദേഹത്തിൻ്റെ ഐഡിയ ഓഫ് മിറർ. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇംഗ്ലീഷ് തിയേറ്റേഴ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഏർലി എലിസബത്തൻ പ്ലേസ്, അത് നമ്മൾ നോക്കിയിരിക്കണം. നെക്സ്റ്റ് റൈറ്ററാണ് ക്രിസ്റ്റഫർ മാർലോൻ്റെ ഡോക്ടർ ഫോസ്റ്റസ്, എഡ്വേർഡ് സെക്കൻഡ്, ടാമ്പുർലിൻ, റിച്ചാർഡ് തേർഡ്, ജ്യൂ ഓഫ് മാൾട്ട, ഹീറോ ആൻഡ് ലിയാൻഡ. നെക്സ്റ്റ് റോബർട്ട് ഗ്രീൻ. നെക്സ്റ്റ് തോമസ് നാഷിൻ്റെ അൺഫോർച്ചുനേറ്റ് ട്രാവലർ എന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. ജോൺ ലിലി, ദ അനാറ്റമി ഓഫ് വിറ്റ്, ലവ്സ് മെറ്റമോർഫോസിസ്. തോമസ് ലോഡ്ജിൻ്റെ ലുക്കിംഗ് ഗ്ലാസ് ഫോർ ലണ്ടൻ ആൻഡ് ഇംഗ്ലണ്ട്. ജോർജ് പീൽ, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പാരീസ്, ദ ഓൾഡ് വൈഫ്സ് ടെയിൽ. തോമസ് കിഡിൻ്റെ സ്പാനിഷ് ട്രാജഡി ആൻഡ് ഉർ ഹാംലെറ്റ്. നെക്സ്റ്റ് വില്യം ഷേക്സ്പിയറിൻ്റെ ബയോഗ്രഫി നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ്, സെറ്റിങ്സ്, കോട്ട്സ്, സോളിലക്കീസ്, സ്പീച്ചസ്, ക്രോസ് ഡ്രസ്സിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൽ ഫീമെയിലായിട്ടും ഫീമെയിൽ മെയിലായിട്ടൊക്കെ
നമ്മുടെ ഷേക്സ്പിയരിയൻ പ്ലേസിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അതാണ് ക്രോസ് ഡ്രസ്സിങ്സ് എന്ന് പറയുന്നത്. അത് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഫോൾസ്, ക്യാരക്ടേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ടൈറ്റിൽസ് ഇൻസ്പയർഡ് ബൈ ഷേക്സ്പിയരിയൻ ഫ്രേസസ്, അതായത് ഷേക്സ്പിയറിൻ്റെ ചില ഫ്രേസസിനെ മറ്റ് റൈറ്റേഴ്സ് തങ്ങളുടെ വർക്ക്സിന് ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ചോദിക്കാറുണ്ട്. ഒരു വർഷം അത് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിരുന്നു. ടൈറ്റിലും അത് എഴുതിയ ആൾക്കാരും അവരെ മാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അതുപോലെ തന്നെ പബ്ലിഷർ, സോഴ്സ് ഓഫ് ഹിസ് പ്ലേസ്, പിന്നെ സോണറ്റ്സ് ഓരോ സോണറ്റ്സുമായിട്ട് പഠിക്കണമെന്നില്ല, പക്ഷേ അതിൻ്റെ ഡിവിഷൻ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടു ജെൻറ്റിൽമെൻ ഓഫ് വെറോന, അതായത് നമ്മൾ നോക്കേണ്ട മെയിൻ വർക്ക്സ് ഏതൊക്കെയെന്നാണ്. ടു ജെൻറ്റിൽമെൻ ഓഫ് വെറോന, ടേമിംഗ് ഓഫ് ദ ഷ്യൂ, ടൈറ്റസ് ആൻഡ്രോണിക്കസ്, കോമഡി ഓഫ് എറേഴ്സ്, റോമിയോ ആൻഡ് ജൂലിയറ്റ്, മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, മെർച്ചൻ്റ് ഓഫ് വെനസ്, ഹെൻറി ഫോർത്ത്, ജൂലിയസ് സീസർ, ആസ് യു ലൈക്ക് ഇറ്റ്, ഹാംലെറ്റ്, ഒതെല്ലോ, കിങ് ലിയർ, മാക്ബെത്ത് ആൻഡ് ടെംപെസ്റ്റ്. ഇത്രയാണ് വില്യം ഷേക്സ്പിയറിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ഫ്രാൻസിസ് ബേക്കൺ, അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ന്യൂ അറ്റ്ലാന്റിസ്, ഓഫ് ട്രാവൽ, ഓഫ് ഗ്രേറ്റ് പ്ലേസ്, ഓഫ് സ്റ്റഡീസ്. ഇത്രയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് റിച്ചാർഡ് ഹൂക്കർ, ലേൺ ഡിസ്കോഴ്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ ലോസ് ഓഫ് എക്ലീസിയാസ്റ്റിക്കൽ പൊളിറ്റി. നെക്സ്റ്റ് വാൾട്ടർ റേലെ, റിച്ചാർഡ് ഹാക്ലിയൂട്ട്, സാമുവൽ പർച്ചസ്, ജോൺ ഫോക്സ്, വില്യം ക്യാംഡൻ, ജോൺ നോക്സ്. അപ്പം ഇവരെക്കുറിച്ച് അങ്ങനെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും എന്തെങ്കിലും ചോദിക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ജക്കോബിയൻ ആൻഡ് കാരലിനേജ്, അതിൽ ബെൻ ജോൺസൻ്റെ വോൾപോൺ, പ്ലഷർ റീകൺസൈൽഡ്, ആൽക്കമിസ്റ്റ്, എവ്രി മാൻ ഇൻ ഹ്യൂമർ, പെൻഹേഴ്സ്റ്റ്, ബർത്തലോമിയോ ഫെയർ. നെക്സ്റ്റ് ജോർജ് ചാപ്മൻ, ബ്യൂമൻ ആൻഡ് ഫ്ലെച്ചർ. നെക്സ്റ്റ് ജോൺ വെബ്സ്റ്ററിൻ്റെ ദ ഡച്ചസ് ഓഫ് മാൽഫി, വൈറ്റ് ഡെവിൾ, തോമസ് മിഡിൽട്ടൺ, ദ റിവെഞ്ചേഴ്സ് ട്രാജഡി, എ ഗെയിം അറ്റ് ചെസ്. നെക്സ്റ്റ് തോമസ് ഹേവുഡ്, ഫോർ പീസ്, വെദർ, എ വുമൻ കിൽഡ് വിത്ത് കൈൻഡ്നെസ്. തോമസ് ഡെക്കർ, ഫിലിപ്പ് മാസിഞ്ചർ, ജോൺ ഫോർഡിൻ്റെ ടിസ് പിറ്റി ഷീസ് എ വോർ, ജെയിംസ് ഷേർലി, ജോൺ മാർസ്റ്റൺ, ജോൺ ഡണ്ണിൽ നമ്മൾ മെയിനായിട്ട് നോക്കണം മെറ്റഫിസിക്കൽ പോയട്രിയാണ്. അതുപോലെ തന്നെ ഗുഡ് മോറോ കാനനൈസേഷൻ, ടിക്വൻഹാം ഗാർഡൻ, സോണറ്റ്സ്, ദ പ്രോഗ്രസ് ഓഫ് ദ സോൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മേജർ കൺസീറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് റിച്ചാർഡ് ക്രാഷോൻ്റെ സ്റ്റെപ്സ് ടു ദ ടെമ്പിൾ, ഹെൻറി വോൺ. നെക്സ്റ്റ് ജോർജ് ഹെർബർട്ട്, ദ ഓൾട്ടർ, ഈസ്റ്റർ വിങ്സ്, ദ ടെമ്പിൾ, ഡിസിപ്ലിൻ. നെക്സ്റ്റ് ആൻഡ്രിയോ മാവൽ, to his coy mistress, Horatio Note, the Coronet, a dialogue between soul and body. Next എബ്രഹാം കോലെയുടെ ദ ഗിവൺ ഹാർട്ട് എന്നാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്കിനെക്കാട്ടി ഉപരി സാമുവൽ ജോൺസൺ അദ്ദേഹത്തെക്കുറിച്ച് ക്രിട്ടിക്കൽ കമൻസ് പറഞ്ഞിട്ടുണ്ട്, അതാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് തോമസ് കാര്യുവിനെ ആൻ എലജി അപ്പോൺ ദ ഡെത്ത് ഓഫ് ദി ഡീൻ ഓഫ് പോൾസ്, ഡോക്ടർ ജോൺ ഡൺ. അത് വർക്കെന്ന് അങ്ങനെ ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. ഡണ്ണിനെ കുറിച്ച് ഇങ്ങനൊരു പോയം എഴുതിയത് ആരാ എന്നുള്ളൊരു ചോദ്യം ഇതുവരെ വന്നിട്ടുള്ളൂ. ജോൺ സക്ലിംഗ്, റിച്ചാർഡ് ലവ്ലെസ്, റോബർട്ട് ഹെറിക്. നെക്സ്റ്റ് സിവിൽ വാർ ആൻഡ് ഇൻ്റർറെഗ്നം, മിൽട്ടൺ, പാരഡൈസ് ലോസ്റ്റ്, ആരിയോപഗറ്റിക്ക, എൽ അലെഗ്രോ എൽ പെൻസറോസോ, പിന്നെ ലിസിഡിസ് സോണറ്റ്സ്. ഇത്രയാണ് മിൽട്ടൻ്റെ നോക്കേണ്ടത്. നെക്സ്റ്റ് ജോൺ ബാനിയൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ്, ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് മിസ്റ്റർ ബാറ്റ്മാൻ. Next Robert Burton, Anatomy of Melancholy. Thomas Brown, Urn Burial and Religio Medici. Jeremy Taylor, The Worthy Communicant. Richard Baxter, Isaac Walton, Thomas Fuller. ഇങ്ങനെ നമ്മൾ വർക്ക്സ് ഒന്നും കൊടുക്കാതെ വെറുതെ നെയിം മാത്രം പറഞ്ഞിരിക്കുന്ന ഓതേഴ്സിനെ അങ്ങനെ വലിയ കാര്യമായിട്ട് ചോദിക്കാറില്ല. എങ്കിലും അവർ ഈ ഏജിൽ ഉള്ള ഓതേഴ്സാണ്, അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് റെസ്റ്റോറേഷൻ ഏജിലെ റൈറ്ററാണ് ജോൺ ഡ്രൈഡൻ്റെ ആബ്സലം ആൻഡ് അക്കിറ്റോഫിൽ, മാക്ഫ്ലക്നോ, സോങ്സ് ഓഫ് സെൻറ്റ് സീലിയാസ് ഡേ, മെഡൽ, ഹിൻ ആൻഡ് പാന്ത, ഓൾ ഫോർ ലവ്, സ്റ്റേറ്റ് ഓഫ് ഇന്നസെൻസ്, എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി, ദ ഇന്ത്യൻ ക്വീൻ. നെക്സ്റ്റ് സാമുവൽ ബട്ട്ലറിൻ്റെ ഹുഡിബ്രാസ്, ജോൺ എവ്ലിൻ, സാമുവൽ പെപ്പീസിൻ്റെ പെപ്പീസ് ഡയറി,
നെക്സ്റ്റ് ജെർമി കോളിയറിൻ്റെ A Short View of the Mortality and Profaneness of the English Stage. നെക്സ്റ്റ് വില്യം ഡാംപിയർ, ജോൺ വിൽമട്ട്. നെക്സ്റ്റ് തോമസ് റൈമറിൻ്റെ വർക്ക്സ് ഒന്നും ചോദിച്ചിട്ടില്ല, പോയറ്റിക് ജസ്റ്റിസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ജോർജ് എത്രീജ്. നെക്സ്റ്റ് വില്യം വൈച്ചർലിയുടെ ദ പ്ലെയിൻ ഡീലർ, ജോർജ് ഫാക്കർ, ജോൺ വാൻ ബ്രേ, കോളി സിബറിൻ്റെ ദ പ്രൊവോക്ഡ് ഹസ്ബൻഡ്, തോമസ് ഓട്ട്വേ, വില്യം കോൺഗ്രീവിൻ്റെ വേ ഓഫ് ദ വേൾഡ്, ദ ഡബിൾ ഡീലർ, ഇൻകോഗ്നിറ്റ, മോർണിംഗ് ബ്രൈഡ്. നെക്സ്റ്റ് എഫ്രാബെൻ എപ്പോഴും ചോദിക്കുന്നതാണ്, പക്ഷേ ഡീപ്പായിട്ടൊന്നും ചോദിക്കാറില്ല. 2 വർക്ക്സ് അത് ആ രീതിയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണ്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ എഫ്രാബെനിൻ്റെ ഒന്നാമത്തെ വർക്കാണ് ഓറനോക്കോ, പിന്നെ റോവ്. നെക്സ്റ്റ് ജോൺ ഗേ, ബെഗേഴ്സ്, ഓപ്ര. നെക്സ്റ്റ് എൻലൈറ്റൻമെൻറ്റ് ഏജ്, അതിൽ വരുന്ന റൈറ്റേഴ്സാണ് അലക്സാണ്ടർ പോപ്പിൻ്റെ റേപ്പ് ഓഫ് ദ ലോക്ക്, എപ്പിസ്റ്റൽ ടു ഡോക്ടർ ആബത്നോട്ട്, ഡൺസിയർഡ്, എസ്സേ ഓൺ ക്രിറ്റിസിസം, 4 മോറൽ എസ്സേസ്, ന്യൂട്ടൺസ് എപ്പിറ്റഫ്. നെക്സ്റ്റ് ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ ഗളിവേഴ്സ് ട്രാവൽസ്, ടെയിൽ ഓഫ് ടബ്, ഡ്രേപ്പേഴ്സ് ലെറ്റർ, മോഡസ്റ്റ് പ്രപ്പോസൽ, വേഴ്സസ് ഓൺ ഡെത്ത് ഓഫ് ഡോക്ടർ സ്വിഫ്റ്റ്. അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ട് നോൺ ഫിക്ഷൻസ് എന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. നെക്സ്റ്റ് റിച്ചർഡ് സ്റ്റീലൻ, ജോസഫ് ആഡിസൺ, അവരുടെ മാഗസീൻസാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് സാമുവൽ ജോൺസൺ, വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ്, ലൈവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ്, അതിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദ ഹിസ്റ്ററി ഓഫ് റസലസ്. നെക്സ്റ്റ് ലണ്ടൻ, പ്രിഫേസ് ടു ദ പ്ലേസ് ഓഫ് വില്യം ഷേക്സ്പിയർ. സാമുവൽ ജോൺസൺ എന്തായാലും നിങ്ങൾ അരച്ച് കലക്കി കുടിക്കണം, കാരണം എല്ലാ പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സാമുവൽ ജോൺസൻ്റെ. നെക്സ്റ്റ് ഡാനിയൽ ഡീഫോ, റോബിൻസൺ ക്രൂസോ, മോൾ ഫ്ലാൻഡേഴ്സ്, ദ ഷോർട്ടസ്റ്റ് വേ വിത്ത് ഡിസെൻഡേഴ്സ്. നെക്സ്റ്റ് ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ടോം ജോൺസ്, ജോസഫ് ആൻഡ്രൂസ്, സാമുവൽ റിച്ചർഡ്സൻ്റെ പമേല ആൻഡ് ക്ലറേസ, പിന്നെ ടോബിയസ് മൊല്ലറ്റ്, ലോറൻസ് ടോണിൻ്റെ ട്രിസ്റ്റം ഷാൻഡി, പിന്നെ ഷാർലറ്റ് ലെനക്സ്. നെക്സ്റ്റ് തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്, ഓഡ് ഓൺ എ ഡിസ്റ്റൻറ്റ് പ്രോസ്പെക്ട് ഓഫ് എറ്റൻ കോളേജ്, ഹിം ടു ഡൈവേഴ്സിറ്റി, ഓഡ് ഓൺ ദ സ്പ്രിംഗ്, പ്രോഗ്രസ് ഓഫ് പോയ്സി. നെക്സ്റ്റ് ഓലിവർ ഗോൾഡ്സ്മിത്തിൻ്റെ ഷീ സ്റ്റൂപ്സ് ടു കോൺകർ, വില്യം കോപ്പറിൻ്റെ ദ വിൻ്റർ മോർണിംഗ്, ദ ഡൈവേർട്ടിംഗ് ഹിസ്റ്ററി ഓഫ് ജോൺ ഗിൽപിൻ. നെക്സ്റ്റ് റോബർട്ട് ബേൺസ്, അദ്ദേഹത്തിൻ്റെ പോയംസ് അല്ലെങ്കിൽ അത് വർക്ക്സ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പ്ലോമൻ പോയറ്റ് അല്ലെങ്കിൽ പെസൻ പോയറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്, അത്രയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് വില്യം ബ്ലേക്കിൻ്റെ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ, ഓഗറീസ് ഓഫ് ഇന്നസെൻസ്, സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് സോങ്സ് ഓഫ് ഇന്നസെൻസ്, ദ ബുക്ക് ഓഫ് യൂറിസൺ, ദ ക്ലോഡ് ആൻഡ് ദ പിബിൾ. ഇത്രയും വർക്ക്സ് എന്നാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ജെയിംസ് തോംസൺ, അദ്ദേഹത്തിൻ്റെ ദ സീസൺസ്, ദ സിറ്റി ഓഫ് ഡ്രെഡ്ഫുൾ നൈറ്റ്സ്, ദ കാസിൽ ഓഫ് ഇൻഡോളൻസ്. നെക്സ്റ്റ് വില്യം കോളിൻസ്, ഓഡ് ഓൺ ദ ഡെത്ത് ഓഫ് മിസ്റ്റർ തോംസൺ. നെക്സ്റ്റ് ജോർജ് ക്രാബ്, ജെയിംസ് മെക്പേഴ്സൺ, തോമസ് ചാറ്റർട്ടൺ, തോമസ് പേഴ്സിയുടെ റിലിക്സ് എന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ജോൺ സ്റ്റാഗ്. അടുത്തത് റൊമാൻറ്റിക് ഏജ്, അതിൽ വരുന്ന റൈറ്റേഴ്സാണ് വില്യം വേർഡ്സ്വർത്ത്, അദ്ദേഹത്തിൻ്റെ ദ പ്രെല്യൂഡ്, ദ ഇൻറ്റിമേഷൻസ് ഓൺ ഇമ്മോർട്ടാലിറ്റി, ടിൻറ്റൺ ആബേ, ലിറിക്കൽ ബാലഡ്സ്, സോണറ്റ്സ്. നെക്സ്റ്റ് കോളറിഡ്ജിൻ്റെ ബയോഗ്രഫിയ ലിറ്റററിയ, കുബ്ല ഖാൻ, റൈം ഓഫ് ഏൻഷ്യൻ മാരിനർ, ക്രിസ്റ്റബൽ. റോബർട്ട് സൗദിയുടെ ദ കേഴ്സ് ഓഫ് കിഹാമ, പിന്നെ പാൻറ്റിസോക്രസി എന്ന് പറഞ്ഞിട്ട്, അത് വർക്കല്ല, അതൊരു ഉട്ടോപ്യൻ സ്കീമാണ്. സൗദിയും കോളറിഡ്ജും കൂടി കൊണ്ടുവന്നൊരു ഉട്ടോപ്യൻ സ്കീമാണ്, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബൈറൻ്റെ ഡോൺ ജുവാൻ, ചൈൽഡ് ഹെറൽഡ്സ് പിലിഗ്രിമേജ്, ദ വിഷൻ ഓഫ് ജഡ്ജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ മൈനർ വർക്ക്സ് ഒന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഷെല്ലിയുടെ ദ സ്കൈലാർക്ക്, ദ വാണ്ടറിങ് ജൂ, അഡോനിസ്, ദ വെസ്റ്റ് വിൻഡ്, എലാസ്റ്റ, ജൂലിയൻ ആൻഡ് മെഡല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പാംലെറ്റ്സ് എന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ടു വേർഡ്സ്വർത്ത്, എ ഡിഫെൻസ് ഓഫ് പോയട്രി. നെക്സ്റ്റ് കീറ്റ്സിൻ്റെ ഓഡ് ടു ദ നൈറ്റിംഗേൽസ് ആൻഡ് ആഗ്നസ് ഈവ്, ഫോൾ ഓഫ് ഹൈപ്പറിയൻ, എൻഡീമിയൻ, ലാമിയ, ഗ്രീഷ്യൻ ഓൺ, ഓഡ് ഓൺ മെലങ്കളി, ടു ഓട്ടം, കീറ്റ്സ് ലെറ്റേഴ്സ് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ജോൺ ക്ലെയറിനെ നമ്മുടെ റോബർട്ട് ബേൺസിനെ പറഞ്ഞ പോലെ പെസൻ പോയറ്റ് ആ ഒരു ഇതിലേ ചോദിച്ചിട്ടുള്ളൂ. ജോൺ ക്ലെയറിൻ്റെയും അതുപോലെ തന്നെ ബേൺസിൻ്റെയും പേര് തന്നിട്ട് ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടാവും. ഇവരിൽ ആരൊക്കെയാണ് പെസൻ പോയറ്റ്, അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് ഇതുവരെ. വില്യം ഹാസ്ലിറ്റ്,
My First Acquaintance with Poets, An Unforgettable Account of Meeting with Literacy Heroes, അത് ഒരു വർക്കിൻ്റെ പേരാണ് കേട്ടോ. നെക്സ്റ്റ് ഇന്ത്യൻ ജഗ്ലർ, ദ റൗണ്ട് ടേബിൾ, ടേബിൾ ടോക്സ്. സ്ലേ ഹണ്ടിൻ്റെ റൗണ്ട് ടേബിൾ, വാട്ട് ഈസ് പോയട്രി. ചാൾസ് ലാമ്പിൻ്റെ എസ്സേസ് ഓഫ് ഏലിയ, അതിൽ തന്നെ ദ സൗത്ത് സീ ഹൗസ്, ദ പ്രൈസ് ഓഫ് ചിമ്നി സ്വീപ്പേഴ്സ് ഇതെന്നൊക്കെയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് തോമസ് ഡിക്വൻസിയുടെ The English Mail Coach, on Murder Considered as One of the Fine Arts, On the Knocking at the Gate in Macbeth, Confession of an Opium Eater, The Literature of Knowledge and the Literature of Power. നെക്സ്റ്റ് വാൾട്ടർ സ്കോട്ട്, അദ്ദേഹത്തിൻ്റെ കൂടുതലും ചോദിച്ചിട്ടുള്ളത് കുറച്ച് ഓപ്ഷൻസിൽ കുറച്ച് റൈറ്റേഴ്സിൻ്റെ പേര് തരും. ഇതിൻ്റെ അതിൽ ഹിസ്റ്റോറിക്കൽ റൊമാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാരാണെന്നാണ് കൂടുതലായിട്ടും വാൾട്ടർ സ്കോട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് The Heart of Midlothian, Ivanhoe, Quentin Durward, The Minstrelsy of Scottish Border. നെക്സ്റ്റ് ജെയിൻ ഓസ്റ്റൻ, ജെയിൻ ഓസ്റ്റൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, നോർതംഗർ ആബി, പെർസുവേഷൻ, എമ്മ. നെക്സ്റ്റ് വാൾട്ടർ സാവേജ് ലാൻഡർ, മേരി ഷെല്ലി, ഫ്രാങ്കൻസ്റ്റൈൻ. ആൻ റാഡ്ക്ലിഫിൻ്റെ ദ മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ, അതുപോലെ തന്നെ ഹൊറൈസ് വാൽപോണിൻ്റെ കാസൽ ഓഫ് ഒട്രാൻഡോ. ഫാനി ബേണിയുടെ എവലീന, വില്യം ഗോഡ്വിൻ, കലേബ് വില്യംസ്, റിച്ചർഡ് ഷെരിഡൻ്റെ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ, ദ റൈവൽസ്. നെക്സ്റ്റ് വിക്ടോറിയൻ ഏജ്, ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, അദ്ദേഹത്തിന് ഇൻ മെമ്മോറിയം, യുലീസിസ്, അതുപോലെ തന്നെ ദ പാലസ് ഓഫ് ആർട്ട്, ഈനോ കാർഡൻ, ഡിഫൻസ് ഓഫ് ലക്നൗ, ദ ചാർജ് ഓഫ് ലൈറ്റ് ബ്രിഗേഡ്, ദ ബെഗർ മെയ്ഡ്, ദ പ്രിൻസസ്, ടിത്തോണസ്, ഐഡൽസ്. നെക്സ്റ്റ് റോബർട്ട് ബ്രൗണിംഗ്, അദ്ദേഹത്തിൻ്റെ മൈ ലാസ്റ്റ് ടച്ചസ്, ആൻഡ്രിയ ഡെൽ സാർട്ടോ, സോഡെല്ലോ, അസ്ലാൻഡോ, റാബി ബെൻ എസ്ര, ദ പൈപ്പർ ഓഫ് ഹാമിലിൻ, 2 in the Campagna. നെക്സ്റ്റ് മാത്യു ആർണൽഡ്, ഡോവർ ബീച്ച്, മെമ്മോറിയൽ വേഴ്സസ്, stanzas from the Grand Chartres, Culture and Anarchy, The Study of Poetry. Next Elizabeth Barrett Browning, Sonnets from the Portuguese, അതിനാണ് കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത്. Sonnets from the Portuguese, The Deadpan, Men and Women. Next Dante Gabriel Rossetti or D.G. Rossetti, The Blessed Damsel, കൂടുതലായിട്ടും പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് D.G. റൊസെറ്റിയിൽ ചോദ്യം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്രിസ്റ്റീന റൊസെറ്റി, ഗോബ്ലിൻ മാർക്കറ്റ്. നെക്സ്റ്റ് വില്യം മോറിസ്, A.C. സ്വൈൻബേൺ, G.M. ഹോപ്കിൻസ്, അദ്ദേഹത്തിൻ്റെ വിൻഡോവർ, പിന്നെ അദ്ദേഹത്തിൻ്റെ കേർട്ടൽ സോണറ്റ്, അതുപോലെ സ്പ്രങ് റിതം, ഇതിനെക്കുറിച്ചിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എഡ്വേർഡ് ഫിറ്റ്സ്ജെറൽഡ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദി റുബയ്യത്ത് ഓഫ് ഒമർ ഖയ്യാം. നെക്സ്റ്റ് ചാൾസ് ഡിക്കൻസ്, ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ്. ഈ എഡ്വേർഡ് ഫിറ്റ്സ്ജെറൽഡ് ആ വർക്കൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ചാൾസ് ഡിക്കൻസിൻ്റെ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ, ബ്ലീക്ക് ഹൗസ്, ലിറ്റിൽ ഡോറിറ്റ്, ഡേവിഡ് കോപ്പർഫീൽഡ്, ഡോംബെ ആൻഡ് സൺസ്, ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ്, ടെയിൽ ഓഫ് ടു സിറ്റേഴ്സ്, ഓലിവർ ട്വിസ്റ്റ്, മാർട്ടിൻ ചെസ്ലുവിറ്റ്, ഹാർഡ് ടൈംസ്. അപ്പോൾ നിങ്ങൾ ഷേക്സ്പിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നൊരു ഭാഗമാണ് ചാൾസ് ഡിക്കൻസ്. അപ്പം അത് നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വില്യം മക്പീസ് താക്രയുടെ വാനിറ്റി ഫെയർ. നെക്സ്റ്റ് ജോർജ് എലിയറ്റ്, മിഡിൽ മാർച്ച്, ആഡം ബീഡ്, റൊമോള. നെക്സ്റ്റ് ചാൾസ് റീഡ്, ആൻ്റണി ട്രോളപ്പിൻ്റെ ബാച്ചെസ്റ്റർ ടവേഴ്സ്. നെക്സ്റ്റ് ചാർലറ്റ് ബ്രോണ്ടെ, ജെയിൻ എയർ, എമ്മ, എമിലി ബ്രോണ്ടെ, വദറിംഗ് ഹൈറ്റ്സ്. നെക്സ്റ്റ് ആൻ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ബൾവർ ലിറ്റൻ, ചാൾസ് കിങ്സ്ലേയുടെ ഹെപ്പാറ്റിയ. നെക്സ്റ്റ് എലിസബത്ത് ഗാസ്കലിൻ്റെ ദ ടെയിൽ ഓഫ് മാഞ്ചസ്റ്റർ ലൈഫ്. ആർ.ഡി. ബ്ലാക്ക്മർ, ജോർജ് മെറിഡിത്തിൻ്റെ മോഡേൺ ലവ്, ദ ഈഗോയിസ്റ്റ്. തോമസ് ഹാർഡിയുടെ ജൂഡ് ദി ഒബ്സ്കർട്ടസ് ഓഫ് ദ ഡ്യൂബർവിൽസ്, മെയർ ഓഫ് ദി ഗാസ്റ്റർബ്രിഡ്ജ്, റിട്ടൺ ഓഫ് ദി നേറ്റീവ് അണ്ടർ ദി ഗ്രീൻവുഡ് ട്രീ. നെക്സ്റ്റ് ആർ.എൽ. സ്റ്റീവൻസൺ, ലൂയിസ് കാരലിൻ്റെ ജാബോക്കി. വില്യം വിൽക്കി കോളിൻസിൻ്റെ ദ മൂൺസ്റ്റോൺ ആൻഡ് ആമഡെയിൽ. നെക്സ്റ്റ് തോമസ് ബാബിങ്ടൺ മെക്കോളെസ് മിനിറ്റ്. ആദർ കോനൻ ഡയലിൻ്റെ ഷെർലക് ഹോംസ്. തോമസ് കാർലൈലിൻ്റെ സാട്ടർ റിസാർട്ടസ്. നെക്സ്റ്റ് ജോൺ റസ്കിൻ്റെ സ്റ്റോൺസ് ഓഫ് വെനീസ്. J.H. ന്യൂമാൻ
അദ്ദേഹം ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനെക്കുറിച്ചിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വാൾട്ടർ പാറ്ററിൻ്റെ സ്റ്റഡീസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് റെനിസാൻ. അതുപോലെ തന്നെ ആർട്ട് ഫോർ ആർട്ട് സീക്ക്, ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടും വാൾട്ടർ പാറ്ററിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഓസ്കർ വൈൽഡ്, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്, പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ, സെലോണി, ദ ഡീക്കേ ഓഫ് ലിവിങ്. നെക്സ്റ്റ് മോഡേൺ ഏജ്, ജോസഫ് കോൺറാഡ്, അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്, നോസ്ട്രോമോ, ലോർഡ് ജിം, ദ സീക്രട്ട് ഏജൻറ്റ്, ദ ഷാഡോ ലൈൻസ്, ദ നിഗർ ഓഫ് നാർസിസസ്. അതുപോലെ തന്നെ ജോർജ് ഓർവെൽ, ഇൻസൈഡ് ദ വെയിൽ, വൈ ഐ റൈറ്റ്, 1984, പൊളിറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ജോർജ് ഓർവെൽ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും എസ്സേസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ജെയിംസ് ജോയ്സ്, അദ്ദേഹത്തിൻ്റെ യുലേസസ്, അതുപോലെ തന്നെ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ്, ഫിനഗൻസ് വേക്ക്. നെക്സ്റ്റ് വെർജീനിയ വൂൾഫ്, ടു ദ ലൈറ്റ് ഹൗസ്, എ റൂം ഓഫ് വൺസ് ഓൺ, മിസ്സസ് ഡാലോവേ, ഒർലാൻഡോ, Mr. Bennett and Mrs. Brown, Professions for Women, Modern Fiction, Ethics of the Short Story. Next, D.H. Lawrence, Women in Love, Sons and Lovers, The Plumed Serpent, The Kangaroo, Why the Novel Matters. Next, Aldous Huxley, Point, Counterpoint, Brave New World. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ടും അദ്ദേഹം ടൈറ്റിൽ മറ്റ് വർക്ക്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ടൈറ്റിൽസ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്രഹാം ഗ്രീനിൻ്റെ പവർ ആൻഡ് ദ ഗ്ലോറി, ദ ഹാർട്ട് ഓഫ് ദ മാറ്റർ, ദ മാൻ വിതിൻ, ബ്രൈറ്റൺ റോക്ക്, ദ ഹ്യൂമൻ ഫാക്ടർ, ഇംഗ്ലണ്ട് മെയ്ഡ് മീ. നെക്സ്റ്റ് E.M. ഫോസ്റ്ററിൻ്റെ പാസേജ് ടു ഇന്ത്യ, ഹൊവേർഡ്സ് എൻഡിൽ ഈ ഓൺലി കണക്ട് എന്നൊരു സംഭവമുണ്ട്, അതിനെക്കുറിച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വെർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്, ആസ്പെക്ട്സ് ഓഫ് ദി നോവൽ, മോറിസ്, ബില്ലി ബട്ട്. നെക്സ്റ്റ് ഫോം മാഡക്സ് ഫോർഡ്, ആർണൽഡ് ബെനറ്റ്, H.G. വെൽസിൻ്റെ ദ ഇൻവിസിബിൾ മാൻ, ടോണോ ബംഗെ. നെക്സ്റ്റ് J.M. ബാരിയുടെ ദ ലിറ്റിൽ മിനിസ്റ്റർ, റൂഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഹിന്ദു സിപ്പോയ് ഇൻ ഫ്രാൻസ്, എലൻ വോയ്. അതുപോലെ തന്നെ ദ വൈറ്റ് മാൻസ് ബർഡൻ, ദ മാൻ ഹൂ വുഡ് ബി കിങ്, റിസഷണൽ വിക്ടോറിയൻ ഓഡ്. നെക്സ്റ്റ് സാമുവൽ ബട്ട്ലറിൻ്റെ ദ വേ ഓഫ് ഓൾ ഫ്ലഷ്, എർവോൺ. അതുപോലെ തന്നെ ജോൺ ഗാൽസ്വർത്തി, ജോർജ് ബെർണഡ് ഷാ, അദ്ദേഹത്തിൻ്റെ മാൻ ആൻഡ് സൂപ്പർമാൻ, വിഡോവേഴ്സ് ഹൗസ്, ദ ഡാർക്ക് ലേഡി, സെയിൻറ്റ് ജോൺ, ബാക്ക് ടു മെത്യൂസല, പിഗ്മാലിയൻ. നെക്സ്റ്റ് T.S. എലിയറ്റ് ഇൻ എ വേസ്റ്റ്ലാൻഡ്, ദ ലവ് സോങ് ഓഫ് ആൽഫ്രഡ് പ്രുഫോക്ക്. നെക്സ്റ്റ് ബർട്ടൺ നോട്ടൺ, ജെറോണ്ടിയൻ, Whispers of Immortality, Tradition and Individual Talent, Metaphysical Poets, Hamlet and His Problems, Murder in the Cathedral. Next, Zeno Casside, Juno and the Peacock, James Finch, Riders to the Sea, The Playboy of the Western World. Next, W.H. Auden, In Memory of W.B. Yeats, Muses Day, Bussard, September 1, 1939. Next, W.B. Yeatsൻ്റെ Among School Children, Sailing to Byzantium, The Second Coming, Her Vision, Easter 1916, The Celtic Twilight, Leda and the Swan, The Song of Wandering Aengus, Metaphor for an Old Man, The Coming of Wisdom with Age. Next, Seyfried Saison, അദ്ദേഹത്തെ വാർ പോയറ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളൂ. വിൽഫ്രഡ് ഓവൻ്റെ സ്ട്രേഞ്ച് മീറ്റിംഗ്, ആന്തം ഫോർ ഡൂംഡ് യൂത്ത്, റൂപ്പർട്ട് ബ്രൂക്ക്, റോബർട്ട് ഗ്രേവ്സിൻ്റെ ദ പോയറ്റ് ആൻഡ് ഹിസ് പബ്ലിക്. നെക്സ്റ്റ് ഡൈലൻ തോമസിൻ്റെ ഫേൺഹിൽ, ഡെത്ത്സ് ആൻഡ് എൻട്രൻസസ്, അദ്ദേഹത്തിന് അത് ന്യൂ അപ്പോക്കാലിപ്സ് എന്നൊരു രീതിയിൽ ആ ഒരു ഇതിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ജോൺ മേസ്ഫീൽഡ്, ആൽഫ്രഡ് നോയ്സ്, എ ഇ ഹോസ്മാൻ. നെക്സ്റ്റ് പോസ്റ്റ് മോഡേൺ ഏജ്, അഗത ക്രിസ്റ്റി, ജെനറ്റ് വിൻറ്റേഴ്സൻ്റെ ഓറഞ്ചസ് ആർ നോട്ട് ദ ഓൺലി ഫ്രൂട്ട്, റിട്ടൺ ഓൺ ദ ബോഡി. നെക്സ്റ്റ് ജാറ ടോൾക്കിൻ, അദ്ദേഹത്തിൻ്റെ ദ ഹോബിറ്റ്, ദ ലോർഡ് ഓഫ് ദി റിങ്സ്, അദ്ദേഹം ഹൈ ഫാൻറ്റസി എന്നുള്ളൊരു രീതി കൊണ്ടുവന്ന ഒരാളാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ബ്രാം സ്റ്റോക്കർ, ക്രിസ്റ്റഫർ ഷെർവുഡ്, ദ അസെൻഡ് ഓഫ് F6, ബർട്രൻ റസൽ, J.M. പ്രീസ്ലി, സോമസെറ്റ് മോം. അദ്ദേഹത്തിൻ്റെ അഷൻഡൻ എന്നൊരു ക്യാരക്ടർ, അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളൂ ഇതുവരെ. ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുക്സിൽ റെക്കർ ചെയ്ത് വരുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ഡോറിസ് ലെസ്സിങ്ങിൻ്റെ ദ ഫോഗേറ്റഡ് സിറ്റി, മാർത്ത ക്വസ്റ്റ്,
J.K. Rowling, William Gouldingൻ്റെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ്, ഇയാൻ മക്കിവൻ്റെ സാറ്റർഡേ, എൻഡ്യൂറിങ് ലവ്. നെക്സ്റ്റ് ലോറൻസ് ഡ്യൂറൽ, ഗ്രഹം സ്വിഫ്റ്റിൻ്റെ വാട്ടർലാൻഡ്, മാർട്ടിൻ എമിസിൻ്റെ എക്സ്പീരിയൻസ്, കിങ്സ്ലി എമിസിൻ്റെ ലക്കി ജിം, യു ക്യാൻ ഡു ബോത്ത്. അദ്ദേഹത്തിന് ആംഗ്രി യങ് മാൻ അത് ആ ഒരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഐറിസ് മർഡക്കിൻ്റെ ദ ബ്ലാക്ക് പ്രിൻസ്, ദ സീ. നെക്സ്റ്റ് ജോൺ ഫൗൾസിൻ്റെ ദ ഫ്രഞ്ച് ലെഫ്റ്റനൻറ്റ്സ് വുമൻ, മ്യൂറിയൽ സ്പാർക്കിൻ്റെ ദ പ്രൈം ഓഫ് മിസ് ജീൻ പ്രൂഡി, റോബിൻസൺ. എസ് ബയാട്ടിൻ്റെ പൊസഷൻ, മാൽക്കം ബ്രാഡ്ബറി ദ ഹിസ്റ്ററി മാൻ, ഏഞ്ചല കാർട്ടർ ബ്ലാക്ക് വീനസ്, പാട്രിക് ആവനാക്, ജെ.പി. ഡോൺലിവേ, ആന്റണി പവൽ, ഡേവിഡ് സ്റ്റോറി, ജോയ്സ് കാരി. ആംഗസ് വിൽസൺ, ആന്റണി ബർജസിൻ്റെ എ ഡെഡ് മാൻ ഇൻ ഡെപ്റ്റ്ഫോർഡ്, പീറ്റർ അക്രോയിഡിൻ്റെ ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ, അലൻ ബെനറ്റ്, നോയൽ കവേർഡ്, ക്രിസ്റ്റഫർ ഫ്രൈഡർ ദ ലേഡി നോട്ട് ഫോർ ബേണിംഗ്, വീനസ് ഒബ്സർവ്ഡ്, ഹെറോൾഡ് പിൻഡറിൻ്റെ ദ ബർത്ത്ഡേ പാർട്ടി, ദ ഹോം കമ്മിങ്, കെയർ ടേക്കർ, സൈലൻസ്, കോമഡി ഓഫ് മെനേസ് എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹെറോൾഡ് പിൻഡറിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്, എൻ ഗെയിം, ക്രാബ്സ് ലാസ്റ്റ് ടേപ്പ്, എഡ്വേർഡ് ബോണ്ടിൻ്റെ ലിയർ, അതുപോലെ ബിങ്കോ, ടോം സ്റ്റൊപ്പാർഡിൻ്റെ റോസൻക്രാൻസ് ആൻഡ് ഗിൽഡസ്റ്റേൺ ആർ ഡെഡ്, ഇന്ത്യനിങ്, ട്രാവസ്റ്റീസ്, ദ റിയൽ ഇൻസ്പെക്ടർ ഹൗണ്ട്. നെക്സ്റ്റ് ടെറൻസ് റാറ്റിഗൻ, ആനൽ വെസ്കറിൻ്റെ ചിക്കൻ സൂപ്പ് വിത്ത് ബാർലി റൂട്ട്സ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ജെറുസലേം. അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ഡ്രാമ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനൽ വെസ്കറിനെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ജോൺ ഓസ്ബോൺ, അദ്ദേഹം കിച്ചൺ സിങ്ക് ഡ്രാമയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ലുക്ക് ബാക്ക് ഇൻ ആങ്കർ. നെക്സ്റ്റ് കാരൽ ചർച്ചിലിൻ്റെ സീരിയസ് മണി ആൻഡ് ടോപ്പ് ഗേൾസ്. നെക്സ്റ്റ് ജോ ഓട്ടൻ, CMS ഹീനിയുടെ ബോക്ക് പോയംസ്, അതുപോലെ ഡിക്കിങ്, ടെഡ് ഹ്യൂക്സിൻ്റെ തോട്ട് ഫോക്സ് ആൻഡ് ത്രഷസ്, ഫിലിപ്പ് ലാർക്കിൻ്റെ ചർച്ച് ഗോയിങ് വിറ്റ്സൺ വെഡ്ഡിങ്. ഇത് രണ്ടുമാണ് മെയിൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മൈനർ പോയംസ് എന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് റോയ് ഫുള്ളർ, തോം ഗൺ, JH പ്രൈൻ, ജെഫറി ഹില്ലിൻ്റെ ലാക്രിമൈ. ഇത്രയാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ പഠിക്കാനുള്ള ഓതേഴ്സ് ആൻഡ് ദ വർക്ക്സ്. ഇതിൽ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജെഫ്രി ചോസർ ഒന്നാമത്തെ, അദ്ദേഹത്തിൻ്റെ കാൻറ്റർബറി ടെയിൽസ് ആൻഡ് റോയിലസ് ആൻഡ് ക്രുസീഡ. നെക്സ്റ്റ് എഡ്മണ്ട് സ്പെൻസർ, അദ്ദേഹത്തിൻ്റെ ഫെയറി ക്വീൻ. ഫിലിപ്പ് സിഡ്നിയുടെ ആൻ അപ്പോളജി ഫോർ പോയട്രി. നെക്സ്റ്റ് ക്രിസ്റ്റഫർ മാർലോൻ്റെ ഡോക്ടർ ഫോസ്റ്റസ്. വില്യം ഷേക്സ്പിയറിൻ്റെ നമ്മൾ പറഞ്ഞത് മൊത്തം പഠിക്കണം, വില്യം ഷേക്സ്പിയറിനെ നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ബെൻ ജോൺസൻ്റെ ബർത്തലോമിയോ ഫെയറും പ്ലഷർ റീകൺസൈൽഡ്. നെക്സ്റ്റ് മെയിൻ റൈറ്ററാണ് ജോൺ ഡണ്ണിനെ നമ്മൾ പറഞ്ഞ എല്ലാം പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ ക്രിട്ടിക്കൽ കമൻറ്റ്സ് അതും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ആൻഡ്രിയോ മാർവെൽ, അദ്ദേഹത്തിൻ്റെ ടു ഹിസ് കോയ് മിസ്ട്രസ്, അതുപോലെ തന്നെ ഹൊറേഷ്യനോട്. എബ്രഹാം കോഹ്ലിയുടെ സാമുവൽ ജോൺസൺ പറഞ്ഞിരിക്കുന്ന ക്രിട്ടിക്കൽ കമൻറ്റ്സ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് മിൽട്ടൺ, അദ്ദേഹത്തിൻ്റെ പാരഡൈസ് ലോസ്റ്റും ആരിയോപാഗറ്റിക്ക. നെക്സ്റ്റ് ജോൺ ബാനിയൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ്. പിന്നെ നെക്സ്റ്റ് ജോൺ ഡ്രൈഡൻ, അദ്ദേഹത്തിൻ്റെ ഓൾ ഫോർ ലവ്. സാമുവൽ ബട്ട്ലറിൻ്റെ ഹുഡിബ്രാസ്. നെക്സ്റ്റ് വില്യം കോൺഗ്രേവ്, വേ ഓഫ് ദ വേൾഡ്. എഫ്രാബെൻ. നെക്സ്റ്റ് അലക്സാണ്ടർ പോപ്പ്, അദ്ദേഹത്തിൻ്റെ ഡൺസിയാർഡ്. പിന്നെ അതുപോലെ സാമുവൽ ജോൺസൻ്റെ നമ്മൾ പറഞ്ഞ എല്ലാം പഠിച്ചിരിക്കണം. സാമുവൽ ജോൺസനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഡാനിയൽ ഡീഫോൻ്റെ റോബിൻസൺ ക്രൂസോ, മോൾ ഫ്ലാൻഡേഴ്സ്. ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ടോം ജോൺസ്. സാമുവൽ റിച്ചാർഡ്സൻ്റെ പമേല. ലോറൻസ് സ്റ്റേണിൻ്റെ ട്രിസ്റ്റം ഷാൻഡി. ഒലിവർ ഗോൾഡ്സ്മിത്തിൻ്റെ ഷീ സ്റ്റൂപ്സ് ടു കോൺകർ. നെക്സ്റ്റ് വില്യം വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ബൈറൺ, ഷെല്ലി. ഇവരുടെയൊക്കെ നമ്മൾ പറഞ്ഞ എല്ലാ വർക്ക്സും പഠിച്ചിരിക്കണം. കീറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആളാണ്. നെക്സ്റ്റ് ജെയിൻ ഓസ്റ്റൻ, മേരി ഷെല്ലി, ഇവർ രണ്ടുപേരെയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, അതുപോലെ തന്നെ റോബർട്ട് ബ്രൗണിങ്, അതുപോലെ ചാൾസ് ഡിക്കൻസ്, ബ്രോണ്ടി സിസ്റ്റേഴ്സ്. നെക്സ്റ്റ് ഓസ്കർ വൈൽഡ്, ജോർജ് ഓർവെലിൻ്റെ എസ്സേസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ജെയിംസ് ചോയ്സ്, വെർജീനിയ വൂൾഫ്, അതുപോലെ തന്നെ DH ലോറൻസ്, ആൾഡെക്സ് ഹക്സ്ലി, റൂഡിയാർഡ് കിപ്ലിംഗ്, സാമുവൽ ബട്ട്ലർ, ജോർജ്
ബെർണഡ് ഷാ, T.S. Eliot, James Finch, Auden, Yeats, Wilfred Owen, J.R.R. Tolkien, William Golding, Kingsley Amis, Harold Pinter, Samuel Beckett, എഡ്വേർഡ് ബോണ്ട്, ടോം സ്റ്റൊപ്പാർഡ്, അതുപോലെ തന്നെ ജോൺ ഓസ്ബോൺ, ഫിലിപ്പ് ലാക്കിൻ. ഇത്രയും പേര് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം. ഈ പറഞ്ഞ ഒരാൾക്കാരെയും ഒഴിവാക്കരുത്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചിരിക്കേണ്ട, അതായത് നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് റൈറ്റേഴ്സിനെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരെക്കുറിച്ചും പഠിക്കുമ്പം മെയിനായിട്ട് എന്തൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം നാഷണാലിറ്റി, അതായത് ഇപ്പം ഐറിഷ് പോയിറ്റാണോ ബ്രിട്ടീഷ് പോയിറ്റാണോ അങ്ങനെയുള്ള അവരുടെ നാഷണാലിറ്റി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു പോയിറ്റിനെ അല്ലെങ്കിൽ ഒരു ഓഥറിനെ എടുക്കുമ്പം അദ്ദേഹം ഏത് ഏജിൽ അല്ലെങ്കിൽ ഏത് പീരീഡിൽ ഉൾപ്പെടുന്ന ആളാണ്, ആ പീരീഡിൻ്റെ ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് അത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ആയിട്ട് അസോസിയേറ്റഡ് ആണോ, അതുപോലെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കണം. മേജർ ആൻഡ് മൈനർ വർക്ക്സ് നമ്മൾ നോക്കണം. മൈനർ വർക്ക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കിയില്ലെങ്കിലും അതിൻ്റെ ഒരു സമ്മറി അല്ലെങ്കിൽ അതിലെന്താണ് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്നുള്ളത് അറിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യമാണ് ക്രിട്ടിക്കൽ കോമൻസ്. വേറെ ക്രിട്ടിക്സ് അല്ലെങ്കിൽ ഓതേഴ്സ് ഇവരെക്കുറിച്ച് എന്തെങ്കിലും കോമൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ നോക്കണം. അപ്പോൾ ഇത്രയാണ് ഓതേഴ്സിനെ പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന് നാഷണാലിറ്റി, പിന്നെ ഏത് ഏജിൽ ഉൾപ്പെടുന്നു, ആ ഏജിൻ്റെ ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അസോസിയേറ്റഡ് മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ വർക്ക്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ, മേജർ ആൻഡ് മൈനർ വർക്ക്സ്, ക്രിട്ടിക്കൽ കോമൻസ്. ഇത്രയാണ് ഒരു ഓത്തറിനെ നമ്മൾ പഠിക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. ഇനി വർക്ക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക്സ് നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ക്രൊണോളജിക്കൽ ഓർഡറിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ വർക്ക്സും ഏത് ജോണറിൽ പെടുന്നു, അതായത് ഇപ്പം നോവൽസ് ആണെങ്കിൽ ബിൽഡിങ്സ് റോമൻ അങ്ങനത്തെ ഓരോ, അല്ലെങ്കിൽ കമ്മിങ് ഓഫ് ഏജ് നോവൽസ് അങ്ങനത്തെ ഓരോ ജോണർ ഉണ്ടല്ലോ, അത് അങ്ങനെ ഏത് ജോണറിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ചിലവരുടെ വർക്ക്സിൽ ഓട്ടോബയോഗ്രഫീസ് ഉണ്ടാവും, മെമ്മോയേഴ്സ് ഉണ്ടാവും. അപ്പം അതിന് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, അങ്ങനത്തെ വർക്ക്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ കൊളാബറേറ്റഡ് വർക്ക്സ്, അതായത് രണ്ട് റൈറ്റേഴ്സ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് എഴുതിയ വർക്ക്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വെസ്റ്റ് വേർഡ് ഹോ, അത് വെബ്സ്റ്ററും ഡെക്കറും തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് എഴുതിയൊരു വർക്കാണ്. അപ്പോൾ അങ്ങനത്തെ വർക്ക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചില വർക്ക്സ് ചിലപ്പോൾ ചിലതിനെ മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്നതായിരിക്കും. അതായത് ഇപ്പം ഒരു ഓഥർ അദ്ദേഹത്തിൻ്റെ റൈവലിനെ ഒരു വർക്കിൽ ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് പറഞ്ഞിരിക്കും. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ടൊരു ഈ റൈവൽ റൈറ്റർ ഒരു വർക്ക് എഴുതും. ഇപ്പോൾ ബെൻ ജോൺസണൊക്കെ പഠിച്ചവർക്കറിയാം വാർ ഓഫ് തിയേറ്റേഴ്സ് ഒക്കെ. അപ്പോൾ അങ്ങനത്തെ വർക്ക്സ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ പോയമാണെങ്കിലും ഡ്രാമയാണെങ്കിലും നോവലാണെങ്കിലും എന്താണെങ്കിലും ഇമ്പോർട്ടൻ്റ് ലൈൻസ് നമ്മൾ നോക്കണം. അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ ഒരുപാട് വഴികളുണ്ട്. സ്പാർക്ക് നോട്ട്സ് പോലുള്ള സൈറ്റുകളൊക്കെ നമ്മളതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു വർക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കും, അതിൽ ഇമ്പോർട്ടൻറ്റ് കോഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അങ്ങനത്തെ സൈറ്റ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്രിട്ടിക്കൽ കോമൻസ്. വർക്ക്സിനെ കുറിച്ച് എന്തെങ്കിലും ക്രിട്ടിക്കൽ കോമൻസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ പബ്ലിഷേഴ്സ്, ഏതൊരു വർക്കാണെങ്കിലും അതിൻ്റെ പബ്ലിഷേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റേതെങ്കിലും വർക്കിനെ ബേസ് ചെയ്ത വർക്കാണോ അങ്ങനെയും നമ്മൾ നോക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പോയറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇവരുടെ ഒരു സെക്ഷനിൽ നിന്നാണ് കൂടുതൽ മൈനർ പോയംസിൽ നിന്നിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പോയറ്റിൻ്റെ മൈനർ പോയംസ് വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കണം. ഇപ്പോൾ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ ഏജിൽ വരുന്ന അതുപോലെ തന്നെ ഓഡ്സ്, എപ്പിറ്റാഫ്സ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ പോയംസിലൊക്കെ കമ്പാരിസൺ വരും. ഇപ്പോൾ ഡണ്ണിൻ്റെ തന്നെ പോയത്തിൽ ഡവ് ആൻഡ് ഈഗിൾ അങ്ങനെ കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ മേജർ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ നോക്കി വെക്കണം. അപ്പം ഇത്രയാണ് നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ പഠിക്കേണ്ട കാര്യങ്ങളും പഠിക്കേണ്ട ഓതേഴ്സും പഠിക്കേണ്ട വർക്ക്സും.
അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു സിസ്റ്റമാറ്റിക്കായ സ്റ്റഡിക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ ലിസണിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.